ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് ഫോൺ ഹാങ് ആകുക. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോവുക. നമ്മൾ ബാറ്ററി ഫുള്ളാക്കിയിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോവുക. അതുകൂടാതെ നമ്മൾ എന്തെങ്കിലും നെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ പെട്ടെന്ന് ഹാങ് ആകുക, നെറ്റിൻ്റെ സ്പീഡ് കുറയുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ മൊബൈലിൽ ഉണ്ടാവാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഈ മൊബൈലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് എപ്പോഴും ഫുള്ളായിരിക്കും. നമ്മൾ മാക്സിമം ഫോട്ടോസ് ഡിലീറ്റ് ആക്കും, വീഡിയോസ് ഡിലീറ്റ് ആക്കും. എത്രയൊക്കെ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് എപ്പോഴും ഓൾമോസ്റ്റ് ഫുള്ള് എന്നാണ് കാണിക്കുക. ആക്ച്വലി ഇത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ആക്കുന്നു, നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ആക്കുന്നു. ഇത് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ സ്റ്റോറേജ് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിശദമായ പ്രൂഫ് സഹിതം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫിൻ്റെ പ്രോബ്ലംസ്, അതുപോലെ ഹാങ്ങിങ്ങിൻ്റെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നെറ്റ് സ്പീഡിൻ്റെ പ്രോബ്ലംസ്. ഞാൻ ഈ പറയുന്ന ഓപ്ഷനുകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഡബിൾ പെർഫോമൻസിലേക്ക് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരു ഫോട്ടോസോ വീഡിയോസോ കളയാതെ തന്നെ സ്റ്റോറേജ് ഏത് രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കുന്നതിനായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ആദ്യം അത് സോൾവ് ചെയ്യുന്ന ട്രിക്ക് ഞാൻ ഓരോന്നായിട്ട് പറയാം, ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. നമ്മൾ സാധാരണ ഒരുപാട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോം എന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മുകളിൽ കാണാൻ പറ്റും നിങ്ങൾ കറൻ്റ്ലി ഇപ്പോൾ എത്ര ടാബ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷൻ ഇതാണ്. ആക്റ്റീവായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 6 ടാബാണ് ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അവിടെ കാണിച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നാക്റ്റീവ് ഐറ്റംസ് എന്നുള്ളത് 25 ഇന്നാക്റ്റീവ് ഐറ്റംസ്. മുമ്പ് എപ്പോഴെങ്കിലും യൂസ് ചെയ്ത ഒരുപാട് വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ടാബ് വന്നിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. നമ്മൾ യൂസ് ചെയ്യാതെ വെറുതെ കിടക്കുന്ന ടാബുകളായിരിക്കും. ശരിക്കും നമ്മളുടെ ഫോൺ ഹാങ് ആക്കുന്നതിന് ഒരു കാരണം ഇതാണ്. നിങ്ങളിത് ചെയ്യുക, ഈ 25 ഇന്നാക്റ്റീവ് ഐറ്റംസ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ കാണിച്ചിരുന്നു നിങ്ങൾ എത്ര ടാബാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് റിമൂവ് ആക്കി ഒന്ന് ക്ലിയർ ആക്കാം. അതിനായി നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വന്ന ഇൻ്റർഫേസിലേക്ക് എത്തും. അതിൻ്റെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഇൻ്റർഫേസിൽ ക്ലോസ് ഓൾ ടാബ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഇൻ്റർഫേസ് ഇതാണ്, ക്ലോസ് ഓൾ ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിലനിർത്തി ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് ഒരുപാട് കൂടും. നമ്മൾ അതിനായി ക്ലോസ് ഓൾ ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങളുടെ നെറ്റിൻ്റെ പെർഫോമൻസ് വളരെ കൂടിയതായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ശേഷം നിങ്ങൾ ബാക്കോട്ട് പോവുക. ബാക്ക് പോയതിനു ശേഷം നമ്മൾ ഗൂഗിളിൻ്റെ ഹോം പേജിലേക്ക് എത്തും. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സൈറ്റ് സെറ്റിംഗ് എന്നുള്ളത്. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഓൾ സൈറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം യൂസ് ചെയ്ത എല്ലാ ഡാറ്റകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഡാറ്റകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് ഡബിൾ ആകുന്നത് നിങ്ങൾക്ക് നേരിൽ കാണാൻ വേണ്ടി പറ്റും. ഇത് ഫുള്ള് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മുകളിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ളത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെ മൊബൈൽ ഓൾറെഡി ഇപ്പോൾ 4 ഓപ്ഷൻ ഇവിടെ ടിക്ക് വന്നിട്ടില്ല. ബാക്കിയുള്ള 3 ഓപ്ഷൻ ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സേവ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? ഇത് നിങ്ങൾ ടിക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പാസ്വേഡും കാര്യങ്ങളൊക്കെ ഗൂഗിൾ സ്റ്റോർ ചെയ്യുന്നതാണ് അവിടെ. ഇത് മൊത്തത്തിൽ ഡിലീറ്റ് ആക്കിയാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റിക്കവറി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കുക. അതിനുശേഷം ഈ ഡാറ്റയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം വേണം ഡിലീറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാൻ. ഇതൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഡാറ്റ സ്റ്റോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്ത ഓരോരോ വെബ്സൈറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഈ സ്റ്റോറേജായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് ഒരുപാട് കുറയാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ആക്കി കളയുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടി നിങ്ങൾ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചില വെബ്സൈറ്റുകളൊക്കെ സൈൻ ഇൻ ചെയ്ത് കയറിയ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് അവിടെ നിലനിർത്തി ബാക്കിയുള്ളത് നിങ്ങൾ ഡിലീറ്റ്
ഡിലീറ്റ് ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസും നെറ്റ് സ്പീഡും ഒക്കെ കൂടുന്നതിന് ഇത് മൊത്തം ഡിലീറ്റ് ആയി കളയുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ആ വെബ്സൈറ്റ് നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇനി നിങ്ങൾ അടുത്തത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഇതുപോലെ ഫയലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് വാട്സപ്പ് മുഖേനയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് വാട്സപ്പിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഫോണിൻ്റെ സ്പീഡ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഇൻ്റർഫേസിൽ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മാനേജ് സ്റ്റോറേജ് എന്നുള്ളത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എത്ര GB ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫോർവേഡഡ് മെനി ഐറ്റംസ്. ഇത് നിങ്ങളുടെ മൊബൈൽ എത്രയാണ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ മൊബൈൽ എത്ര MBയോളം നിങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ലാർജർ ദാൻ 5 MB. നമ്മളുടെ ബിഗ് സൈസിലുള്ള ഒരുപാട് ഫോട്ടോസുകളും വീഡിയോസുകളും അവിടെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. നിങ്ങൾക്ക് ഇതിൽ മൊത്തത്തിൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഓൾ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ മുകളിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഫയലുകളോ ഫോട്ടോസുകളോ നിങ്ങൾ ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം മുകളിൽ കാണുന്ന ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഫയൽ സ്റ്റാർ ചെയ്ത് വെച്ച ഫയലുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് സ്റ്റാർഡ് ഐറ്റംസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ ഫോൺ സ്ലോ ആകുന്നതും ഹാങ് ആകുന്നതും ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നിങ്ങളുടെ മൊബൈലിൽ ചില ആൾക്കാരുടെ മൊബൈലിൽ സെറ്റിംഗ്സിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫോൺ മാനേജർ എന്നുള്ളത്. അത് ചില മൊബൈലിലൊക്കെ ഉണ്ടാവും, ചില മൊബൈലിൽ അത് ഉണ്ടാവത്തില്ല. ഓപ്പോ, റിയൽമി പോലുള്ള ഫോണുകളിൽ അത് ലഭ്യമാണ്. നിങ്ങളുടെ മൊബൈലിൽ അത് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫോൺ മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ 4ാമത് കാണാൻ പറ്റുന്ന ഫോൺ മാനേജർ എന്നുള്ള ആപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സാധാരണ ചില മൊബൈലിലൊക്കെ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നിങ്ങൾ ആ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻ ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ വൈറസിനെയും അതുപോലെ ജങ്ക് ഫയൽ ഉണ്ടെങ്കിൽ ജങ്ക് ഫയലും അതുപോലെ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും അതുപോലെ നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ്, നിങ്ങളുടെ ഡാറ്റ യൂസേജ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ റൈറ്റിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും 29 KB ഡിലീറ്റ് ജങ്ക് ഫയൽ ഇതിലുണ്ട്. ഇതിൽ ഞാൻ ഡെയിലി ക്ലീൻ ആക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഇത്രയും കുറവായിട്ട് കാണിക്കുന്നത്. നിങ്ങളത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ജങ്ക് ഫയലൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. ഡിലീറ്റ് 29 KB ഓഫ് ജങ്ക് ഫയൽസ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഗോ ബാക്ക് പോവുക. ഇനി നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ഫുള്ളായി സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കാണിക്കുന്ന ഫുൾ സ്കാൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ വൈറസും ഇത് സ്കാൻ ചെയ്ത് ക്ലിയർ ആക്കി തരും. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. നിങ്ങളുടെ ഡിവൈസ് ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോരോ ഓപ്ഷൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഫയലുകളൊക്കെ ജങ്ക് ഫയൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കി നിങ്ങൾ അതൊക്കെ സ്കാൻ ചെയ്ത് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് ഓൾറെഡി ആൻഡ്രോയിഡ് ചില മൊബൈലിലൊക്കെ ഇംപ്ലിഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ എങ്ങനെ പെർഫോമൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ എപ്പോഴും മൊബൈൽ ഹാങ് ആകുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.